ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ 11.2 ക്വസ്റ്റ്യൻ നമ്പർ 2 അതിലെ 6ാമത്തെ 6th വണ്ണാണ് ചെയ്യാൻ പോകുന്നത്. 2⁻0 3⁻0 + 4⁻0 ലോസ് എല്ലാം പഠിച്ചല്ലോ ഇപ്പൊ അല്ലേ. 2⁻0 എത്ര ആൻസർ പെട്ടെന്ന് പറഞ്ഞു. 2⁻0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3⁻0 ആൻസർ എത്രയാ 1. 4⁻0 എത്രയാ ആൻസർ 1. 1 + 1 + 1 = 3. ഇത്ര എളുപ്പമുള്ള ഒരു പ്രോബ്ലം അല്ലേ. ഇത് മറക്കാതിരിക്കുക. a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ. അടുത്ത 7th വൺ ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2⁻0 × 3⁻0 × 4⁻0. മുമ്പ് എല്ലാം ആഡ് ചെയ്യാൻ വന്നു, ഇപ്പം എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. 2⁻0 എന്ന് പറഞ്ഞാൽ 1 × 3⁻0 എന്ന് പറഞ്ഞാൽ 1 × 4⁻0 എന്ന് പറഞ്ഞാൽ 1 = 1 × 1 × 1 = 1. ഇനി അങ്ങനെയാണെങ്കിൽ 8th വൺ ഒന്ന് ചെയ്യാം നമുക്ക്. എത്രയാണ് 3⁻0 + 2⁻0 ബ്രാക്കറ്റ് ഉണ്ട് 5⁻0. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്തതിന് ശേഷം വെളിയിലത്തെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ ഇതാദ്യം ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യാം. 3⁻0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2⁻0 എന്ന് പറഞ്ഞാൽ 1 ഒരു ബ്രാക്കറ്റിൽ കിടക്കട്ടെ. ഇനി 5⁻0 എന്ന് പറഞ്ഞാൽ അതും 1 = ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യണം. 1 + 1 2 2 × 1 ആൻസർ 2. എളുപ്പമല്ലേ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ഒന്നും വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. 9th വൺ 2⁻8 × a⁻5 / 4⁻3 × a⁻3. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ബേസസ് എല്ലാം പ്രൈം നമ്പേഴ്സിലാണോ കിടക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. പ്രൈം നമ്പറാണ്, ഒരു വേരിയബിൾ ആണോ, ഒന്നും ചെയ്യാനില്ല. ഇത് പ്രൈം നമ്പർ അല്ല, അപ്പൊ ഇതിനെ ഒന്ന് മാറ്റണം അല്ലേ. അപ്പൊ ഒന്ന് എഴുതട്ടെ. 2⁻, ഇവർക്ക് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഞാൻ അങ്ങ് എഴുതി. ഇനി 4നെ നമുക്ക് പ്രൈം നമ്പർ ആക്കണം. 4നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പറയാതെ തന്നെ 2² ആണ് 4 എന്ന് നിങ്ങൾക്കറിയാം. ആണോ? 4 എന്ന് പറഞ്ഞാൽ 2 × 2. ഇത് ചെയ്യാൻ അറിയാമല്ലോ, ഞാൻ പറഞ്ഞില്ല. ഫാക്ടറൈസേഷൻ = 2². 4ന്റെ സ്ഥാനത്ത് എന്നാ എഴുതും? 2² പോരാ, 4ന് പവർ 3 ഉണ്ട്. അപ്പം ഇതിന്റെ ബ്രാക്കറ്റ് ഇട്ട് 3 കൊടുക്കണം. പിന്നെ a⁻3 ഒന്നും ചെയ്യാനില്ല, അങ്ങനെ കൊടുത്തു. ഇനി ബാക്കി എഴുതണ്ടേ. ലോ ഒക്കെ അപ്ലൈ ചെയ്യണ്ടേ. ഇവിടെ ഉണ്ടോ? ലോ ഉണ്ടോ? ഉണ്ടല്ലോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ ലോ ഉണ്ട്. എവിടെ? ഇവിടെ ഒന്നും ചെയ്യാനില്ല, അതുപോലെ അങ്ങ് എഴുതി. എന്താ ലോയാണ്? a⁻m² a⁻m�n. കണ്ടോ? അപ്പം 2⁻2 × 3 2 × 3 മൾട്ടിപ്ലിക്കേഷൻ. ബാക്കി അതുപോലെ എഴുതി. ഇനി ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ഇത് മാത്രം. 2 × 3 6 × a⁻3. നീ വല്ല അപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്ലൈ ചെയ്യാനുണ്ടോ? ഉണ്ടല്ലോ. നേരെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബേസ് വ്യത്യാസം അല്ലേ, പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് കിടക്കുന്നു? ഡിവിഷൻ. കണ്ടോ? ഡിവിഷൻ = 2⁻8 / 2⁻6. 28 എന്ന് വായിക്കോ? സോറി, a⁻5 / a⁻3. അടുത്ത ലോ അപ്ലൈ ചെയ്യുന്നു. ഏതാണ്? പറഞ്ഞു. സെയിം അത് തന്നെ. a⁻m / a⁻n = a⁻m-n. ഈ രണ്ടിടത്തത് തന്നെ അല്ലേ. അപ്പൊ 2⁻8 - 6 a⁻5 - 3 അതിന്റെ ആൻസർ എന്നാ വരും? 2⁻2 ഇവിടെ 2⁻2 × a⁻2 2⁻2 × a⁻2. ഇതിനെ നമുക്ക് രണ്ടുപേരുടെയും അടുത്ത ലോ വന്നിരിക്കുന്നു. അടുത്ത ലോ ആണിത്. ഏതാണ്? ബേസ് വ്യത്യാസം, പക്ഷെ എക്സ്പോണന്റ് സെയിം. ഏതാണ്? a⁻m × b⁻m = ab⁻m
അതായത് ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ അതുപോലെ എഴുതണമെന്ന്. ഇവരുടെ ബേസ് ഏതാ? ഇവിടെ 2 ഇവിടെ a. അപ്പം 2 × a എഴുതുക, ബേസ് പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് അതുപോലെ തന്നെ എഴുതി 2 × a, 2a the whole square. 2a the whole square എന്ന് എഴുതണം. അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ 2a² എന്ന് എഴുതിയാൽ ആർക്ക് മാത്രമേ സ്ക്വയർ ബാധകമുള്ളൂ? എയ്ക്ക് മാത്രം. അല്ലല്ലോ, ഇവർക്ക് 2-നും ഉണ്ട് ഇവിടെ സ്ക്വയർ, എയ്ക്കും ഉണ്ട് സ്ക്വയർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ എഴുതണം. മനസ്സിലായി? ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബ്രാക്കറ്റ് വരുമ്പോൾ പവർ എഴുതണം, ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം 2 പേർക്കും ഉണ്ടെങ്കിൽ ഇടാൻ. അല്ല, ബ്രാക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണം വെളിയിൽ കിടക്കുന്ന കാൽക്കുലേഷൻ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മക്കളെ. ഓക്കെ, താങ്ക് യു.